ബംഗാളിൽ സ്ഥിതി ആശങ്കാജനകമാണ്. ബംഗ്ലാദേശികളുടെ ഒരു നുഴഞ്ഞുകയറ്റമാണ് ഇതിന് പിന്നിൽ എന്നും കേന്ദ്രം മനസ്സിലാക്കുന്നുണ്ട്. യഥാർത്ഥ സ്ഥിതി അതുതന്നെയാണ്. ഈ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിൽ കഴിഞ്ഞ ആഴ്ച നടന്ന കലാപം. അതിന് പിന്നിൽ ബംഗാളിലെ തന്നെ മുർഷിദാബാദിലെ തന്നെ ഈ മുസ്ലിം റാഡിക്കൽ ഔട്ട്ഫിറ്റ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞു കയറിയ ചില വിഭാഗങ്ങൾ പരമാവധി കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ അയൽ ജില്ലകൾ, ഇന്ത്യയുടെ അതിർത്തി മേഖലകൾ അസ്ഥിരമാണ് എന്ന് തെളിയിക്കേണ്ട, എന്ന് കാട്ടേണ്ട ആവശ്യമുണ്ട്. പ്രത്യേകിച്ചും ബംഗ്ലാദേശി ഭരണകൂടത്തിൻ്റെ നിശബ്ദമായ അനുഗ്രഹവും ഒത്താശയും അതിന് പിന്നിലുണ്ട്. അൻസറുള്ള ബംഗ്ലാദേശ് ജമായത്ത് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ഔട്ട്ഫിറ്റാണ്. ആ സംഘടനയുടെ അംഗങ്ങൾ ABJ എന്ന് പറയുന്നൊരു സംഘടന, ABI എന്ന് പറയുന്ന മറ്റൊരു സംഘടന, ഈ സംഘടനകളുടെ എല്ലാം സാന്നിധ്യം അയൽ ജില്ലകൾ, ബംഗാൾ, പശ്ചിമ ബംഗാൾ, ഇന്ത്യയുടെ പ്രദേശമായ പശ്ചിമ ബംഗാളിൻ്റെ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന മുർഷിദാബാദ്, അവിടെ 66% മുസ്ലിം പോപ്പുലേഷനാണ്. മാൽഡ ജില്ല, മുൻ കോൺഗ്രസ് നേതാവ് ഗനിഖാൻ ചൗധരിയൊക്കെ കടന്നു വന്നിരുന്ന മാൽഡ ജില്ല, അവിടെ ഏതാണ്ട് 50% മുസ്ലിം പോപ്പുലേഷനാണ്. അതുപോലെ വടക്കൻ പർഗാന 24, നോർത്ത് പർഗാന 24, സൗത്ത് പർഗാന ജില്ലകൾ, ഇങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങളിൽ ഉള്ള മുസ്ലിം ഭൂരിപക്ഷം എന്ന് പറയാനാവില്ല എങ്കിലും സാമാന്യം നല്ല മുസ്ലിം ജനസംഖ്യയുണ്ട്. അവരൊക്കെ ട്രഡീഷണലി കോൺഗ്രസ് സപ്പോർട്ടേഴ്സ്, പിന്നീട് CPM സപ്പോർട്ടേഴ്സായി ഇപ്പോൾ അവർ തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി നിൽക്കുന്നവരാണ്. അപ്പം അതുകൊണ്ട് അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം വെള്ളപൂശാനായി മമതാ ബാനർജി, കാരണം അവർ വോട്ട് ബാങ്കാണ്, മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് എന്ന നിലയിൽ അവരെ ചേർത്ത് പിടിക്കുന്ന വലിയ ഭീകര നീക്കങ്ങൾ നടക്കുമ്പോഴും അതിനെയൊക്കെ വെള്ളപൂശുന്ന സർക്കാരിൻ്റെ നിലപാട് അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്. ബംഗ്ലാദേശിൽ നിന്നും കടന്നു വരുന്ന റാഡിക്കൽ ഇസ്ലാമിൻ്റെ, പ്രത്യേകിച്ച് ISI ഈസ് ഹൈപ്പർ ആക്റ്റീവ് ഇൻ ബംഗ്ലാദേശ്. ഷെയ്ഖ് ഹസീനയ്ക്ക് ശേഷം മുഹമ്മദ് യൂനസ് വന്നപ്പോൾ ISI, പാകിസ്ഥാൻ്റെ ISI വളരെ ആക്റ്റീവാണ് ബംഗ്ലാദേശിൽ. അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആക്ടിവിറ്റി വളരെ വർദ്ധിച്ചു. അവർക്ക് നിയന്ത്രിക്കുന്ന ഭരണകൂടമാണ് ബംഗ്ലാദേശിലുള്ളതെന്ന് ഓർക്കണം. അതുകൊണ്ടാണ് ഇന്ത്യ സ്ഥിരപ്പെടുത്താനുള്ള ഏത് ശ്രമവും ബംഗ്ലാദേശ് വേണ്ട എന്ന് വെക്കില്ല. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്വൈസർ, അദ്ദേഹം പ്രസിഡന്റ് അല്ല, പ്രധാനമന്ത്രിയല്ല, മുഹമ്മദ് യൂനസിൻ്റെ കാര്യമാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യയോടായി പറയുന്നതെന്ന് തോന്നത്തക്ക രീതിയിൽ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്. ചൈന ഈസ് വെൽക്കം ടു ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ കടൽ വഴിയല്ല, കരവഴി വെൽക്കം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഇന്ത്യയുടെ സിലിഗുരി ബൈപ്പാസ്, ബംഗാളിൻ്റെ വടക്കൻ ഭാഗമാണ് സിലിഗുരി. സിലിഗുരിയിൽ കേവലം ഒരു 22 കിലോമീറ്റർ വീതി മാത്രമേ ഉള്ളൂ. ആ ഒരു ചിക്കൻ നെക്ക്, അത് കടന്നാൽ മാത്രമേ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ 7 സിസ്റ്റേഴ്സ്, ആസാം, മേഘാലയ, മണിപ്പൂർ, ത്രിപുര, അരുണാചൽ പ്രദേശ്, സിക്കിം, അല്ലെ നാഗാലാൻഡ്, ഈ പ്രദേശങ്ങളിലേക്ക് പോകാനാവും. അതുകൊണ്ട് മുഹമ്മദ് യൂനസ് പറയുന്നത് ഇന്ത്യയുടെ വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങൾ സുസ്ഥിരമാകണമെങ്കിൽ ബംഗ്ലാദേശ് ശാന്തമാകണം, സുസ്ഥിരമാകണം. അതുകൊണ്ട് ഇന്ത്യ ബംഗ്ലാദേശിൽ കയറി പണിയുകയാണെങ്കിൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ അസ്ഥിരമാകും. ബംഗ്ലാദേശ് എന്തെങ്കിലും ചെയ്യുമെന്നുള്ളതല്ല ഈ ത്രെട്ടിൻ്റെ അടിസ്ഥാനം, മറിച്ച് ചിക്കൻ നെക്ക് കട്ട് ചെയ്യാൻ ചൈനയുടെ സാന്നിധ്യം കാരണമാകുമെങ്കിൽ അതാണ് അദ്ദേഹത്തിന് മനസ്സിലിരിക്കുന്നത്. അതുകൊണ്ടാണ് ചൈന ഈസ് വെൽക്കം എന്ന് പറയുന്നത്. അതൊക്കെ ചേർത്ത് വായിക്കേണ്ട കാര്യങ്ങളാണ്. വലിയ സുരക്ഷ ഒരു ത്രെട്ട് മാതിരിയാണ്. ഇന്ത്യ അതിനെ ത്രെട്ടെന്ന രീതിയിൽ എടുക്കുന്നില്ല. കാരണം അതൊരു അയൽവക്കത്ത് നിന്നുകൊണ്ട് വളരെ ദുർബലമായ രാജ്യം പറയുന്ന കാര്യങ്ങൾക്കെല്ലാം മറുപടി പറയേണ്ട ഗതികേട് ഇന്ത്യക്ക് ഇല്ലാത്തത് കൊണ്ട് ഭാരതം ശാന്തമായി തന്നെയാണ് അതിനോട് പ്രതികരിക്കുന്നത്. പക്ഷേ ഉദ്ദേശം വളരെ വ്യക്തമാണ്. നമുക്കറിയാമല്ലോ, ദോഖ്ലാം മേഖല, അത് സിക്കിം, അരുണാചൽ പ്രദേശ്, സിക്കിം എന്ന ഇന്ത്യൻ സംസ്ഥാനം ഒരു വശത്തും, ഇടതുവശത്ത് അല്ലെങ്കിൽ പടിഞ്ഞാറ് നേപ്പാൾ, കിഴക്ക് ഭൂട്ടാൻ, വടക്ക് ചൈന. അപ്പോൾ അവിടെ ദോഖ്ലാമിൽ കഴിഞ്ഞ ഏതാനും വർഷം മുമ്പ് നടന്ന ചൈന ഇന്ത്യ സംഘർഷം, അതിൽ നിന്നും സിലിഗുരി ബൈപ്പാസിലേക്ക്, ചിക്കൻ നെക്കിലേക്ക് അത് വ്യാപിച്ചാൽ the north-east of India will be cut off from the rest of India. ആ ഒരു ത്രെട്ടാണ്
ഇത്തിരി കുഞ്ഞൻ രാജ്യമായ ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ബംഗാളിൽ ഉൾപ്പെടെ പ്രക്ഷോഭങ്ങൾ വരുന്നു. അത് മറ്റ് പലയിടത്തും ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വളരെ തുച്ഛീകരിച്ച് ചെറിയ 3 ജീവനാണ് പൊലിഞ്ഞത്. അത് വലിയ നമ്പറല്ല. അതിൽ തന്നെ 2 പേർ കമ്മ്യൂണിസ്റ്റുകാരാണ്. CPM-ൻ്റെ അണികളാണ് ഭരിച്ചത്. ഈ റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ഔട്ട്ഫിറ്റുകൾ നടത്തിയ ആക്രമണത്തിൽ, പ്രത്യേകിച്ച് ഒരു മോബാണ്, ഒരു മുസ്ലിം മോബാണ്, അവർ നടത്തിയ ആക്രമണത്തിൽ പൊലിഞ്ഞത് അവരോട് തന്നെ ഐക്യദാർഢ്യമുള്ള CPM-ൻ്റെ ഒരു ഫാദറും സണ്ണുമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു മുസ്ലിം സഹോദരനും, 2 ഹിന്ദുക്കളായ CPM-കാരും മറ്റൊരു മുസ്ലിം സഹോദരനുമാണ് മരണമടഞ്ഞത്. പക്ഷെ അതുകൊണ്ട് അതിനുശേഷം നടന്ന കാർണേജിനകത്ത് ഹിന്ദു ഫാമിലീസ് വലിയ തോതിലാണ് പലായനം ചെയ്യേണ്ടി വന്നത്. കാശ്മീരിലെ പണ്ഡിറ്റുകൾ കാശ്മീർ താഴ്വരയിൽ നിന്നും, ശ്രീനഗർ താഴ്വരയിൽ നിന്നും ജമ്മുവിലേക്കും ഡൽഹിയിലേക്കും ഹിമാചൽ പ്രദേശിലെ പല ഭാഗത്തേക്കും ഒക്കെ പലായനം ചെയ്യേണ്ടി വന്നതുപോലെ 66% മുസ്ലിം ഭൂരിപക്ഷമുള്ള ആ ഒരു ജില്ല, മൂർഷിദാബാദ് ജില്ലയിൽ നിന്നും ഹൈന്ദവ ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ തന്നെ 400-ലധികം ഫാമിലീസാണ് പലായനം ചെയ്തത്. വലിയ തോതിൽ ആളുകൾ കുടുംബമായി മറ്റ് ജില്ലകളിലേക്കും, ഇപ്പോൾ ഇതൊക്കെയുള്ള മാൽദയിലേക്കാണ് കുറച്ച് പേരൊക്കെ പോയത്. ചിലരെങ്കിലും അതിർത്തി കടന്ന് ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും ഒക്കെ പോയിട്ടുണ്ട്. അപ്പം അത്ര രീതിയിലുള്ള ഒരു വലിയ ഒരു സംഘർഷം പശ്ചിമ ബംഗാളിൽ ഉണ്ടാവുകയും ഒട്ടകപ്പക്ഷി തല മണ്ണിൽ പൂഴ്ത്തി നിൽക്കുന്നത് പോലെ മമതാ ബാനർജി ഞാനൊന്നും കണ്ടില്ല എന്ന രീതിയിൽ നിൽക്കുകയും ചെയ്യുന്നത്, അത് ഒരുപാട് ദുരൂഹമായ കാര്യമാണ്. 2 പാർട്ടികളും BJP-യും തൃണമൂൽ കോൺഗ്രസും ഇതിനെ ഒരു പക്ഷേ വോട്ട് ബാങ്ക് പോളിറ്റിക്സായി കാണുന്നുണ്ടാവാം. ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ, ന്യൂനപക്ഷ പോളറൈസേഷൻ ഉണ്ടാകുമ്പോൾ മമതാ ബാനർജിക്ക് അത് നന്നാണ്. കാരണം ഈ കോൺഗ്രസിലേക്കും ഇടതുപക്ഷത്തേക്കും ഒക്കെ ചായാവുന്ന മുസ്ലിം വോട്ട് പൂർണ്ണമായി തൃണമൂലിലേക്ക് വരികയാണ്. ഒരു തെരഞ്ഞെടുപ്പ് 2026 കേരളം, തമിഴ്നാട്, ആസാം, ബംഗാൾ 4 സംസ്ഥാനങ്ങളിൽ 2026 തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പക്ഷേ ഇതിനകത്ത് ഇതൊരു രാജ്യത്തിനകത്തുള്ള ഒരു പ്രശ്നമാണ് വഖഫ് ഭേദഗതി ബില്ല്. ഇതിനകത്ത് ഈ ബംഗ്ലാദേശികളുടെ ഒരു നുഴഞ്ഞുകയറ്റം ഇതിനകത്ത് ഈ ആക്രമണത്തിന് പിന്നിലുണ്ടെന്ന് പറയുമ്പോൾ അത് ഇന്ത്യയുടെ നേരെയുള്ള ഒരു, ബംഗ്ലാദേശിനല്ലാതെ ഡയറക്റ്റായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള ഒന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പം ഇത് ഇന്ത്യയോടുള്ള ഒരു യുദ്ധപ്രഖ്യാപനം പോലെയല്ലേ കാണുന്നത്? നിഴൽ യുദ്ധമാണ്, അതെ, പുള്ളി യുദ്ധമാണ്. അവിടെ ഔപചാരികമായ ചട്ടക്കൂടുകളൊന്നുമില്ല യുദ്ധത്തിന്. എങ്ങനെയും ഭാരതത്തിൻ്റെ ഒരു ശക്തി, കൺസോളിഡേഷൻ, ഐക്യം, അഖണ്ഡത, അതിനെ ഭംഗം വരുത്തുക, ഇത് ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു നയമാണ്. കാരണം നേരിട്ട് ഭാരതത്തോട് ഏറ്റുമുട്ടി നിൽക്കാൻ ഉള്ള സൈനിക ശേഷി ബംഗ്ലാദേശിനില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നോക്കൂ, റഷ്യൻ കപ്പലുകൾ, 3 റഷ്യൻ പടക്കപ്പലുകൾ ബംഗ്ലാദേശിലേക്ക് ഒരു സൗഹൃദ സന്ദർശനത്തിന് വന്ന് ചിറ്റഗോങ് തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുകയാണ്. അവർ പറയുന്നത് സൗഹൃദ സന്ദർശനം. അങ്ങനെയൊരു സൗഹൃദ സന്ദർശനത്തിന് പടക്കപ്പലുകൾ വരേണ്ട കാര്യമൊന്നുമില്ല. റീഫ്യൂലിങ്ങോ മറ്റു കാര്യങ്ങളോ നന്നാക്കലോ ഡോക്കിങ്ങോ ഒന്നും തന്നെ അവിടെയില്ല. പക്ഷേ ഇത് വന്നു എന്ന് പറയുമ്പോൾ ഇതെല്ലാം തന്നെ പഴയ ഒരു ബംഗ്ലാദേശ് റഷ്യ ബന്ധമുണ്ട്. അത് ഇന്ത്യയുമായിട്ട് ചേർന്ന ബന്ധം തന്നെയാണ്. 1971 ബംഗ്ലാദേശ് മോചന സമയത്ത് റഷ്യയുടെ കപ്പലുകൾ ആ പ്രദേശത്ത് അതിശക്തമായ സാന്നിധ്യമായി നിന്നതുകൊണ്ടാണ് അമേരിക്കൻ കപ്പൽപ്പടയ്ക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റാതെ വന്നതും പാകിസ്ഥാൻ ഞെരുങ്ങിയതും ആ അവസരത്തിൽ ഭാരതത്തിന് ബംഗ്ലാദേശിനെ മോചിപ്പിക്കാൻ പറ്റിയതും. അന്ന് മുതലുള്ള റഷ്യ ബംഗ്ലാദേശ് ബന്ധമുണ്ട്. അതൊരിക്കൽ കൂടി പൊടിതട്ടിയെടുക്കുകയാണ്. ചൈന ബന്ധം കുറച്ചുകൂടി വ്യാപകവൽക്കരിക്കുന്നു, റഷ്യ ബംഗ്ലാദേശ് ബന്ധം വ്യാപകവൽക്കരിക്കുന്നു. അതുവഴി ഇന്ത്യയെ ചെക്ക്മേറ്റ് ചെയ്യാൻ, റഷ്യയും ഇന്ത്യൻ സൗഹൃദ രാജ്യങ്ങളാണ് എന്നത് മറക്കുന്നില്ല, ഇന്ത്യയെ പരമാവധി സമ്മർദ്ദപ്പെടുത്താൻ ഉള്ള അവസരങ്ങളെല്ലാം തന്നെ ബംഗ്ലാദേശ് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ബംഗ്ലാദേശിൽ പരിശീലനം ലഭിച്ച ചില റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ഔട്ട്ഫിറ്റുകൾ നുഴഞ്ഞു കയറുന്നു. ഫോറൻ ബോർഡേഴ്സാണ്. അത് മമതാ ബാനർജി അതിനുള്ള ഒത്താശ ചെയ്ത് കൊടുക്കും, നേരിട്ടല്ല, ഇൻഡയറക്ട്ലി. കേന്ദ്രത്തിൻ്റെ നയമാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു, ബംഗാൾ അതിർത്തി ഞങ്ങൾ വേലി കെട്ടി അടയ്ക്കും, പക്ഷേ ഇതിന് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കണം, അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും അതിന് അനുകൂലമല്ല. കയറി വരുന്നെങ്കിൽ വന്നോട്ടെ, അവരിവിടെ പ്രശ്നമുണ്ടാക്കുന്നെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ. അങ്ങനെ ബംഗാളിൻ്റെ ജനസംഖ്യ, ഡെമോഗ്രാഫിക് കോമ്പോസിഷൻ റാഡിക്കലി മാറുകയാണ്. 1951 പശ്ചിമ ബംഗാളിൻ്റെ മുസ്ലിം ജനസംഖ്യ 20%.
എന്നാൽ ഇന്ന് 2011 അവസാന സെൻസസ് അനുസരിച്ച് പശ്ചിമ ബംഗാളിലെ മുസ്ലിം ജനസംഖ്യ 27%. ഒരുപക്ഷെ 2025 സെൻസസ് വന്നിട്ടില്ല, ആകുന്നതേ ഉള്ളൂ. ആയി കഴിയുമ്പോൾ ഏതാണ്ട് 30% ആകുന്നു. അതൊരു കൺസോളിഡേറ്റഡ് വോട്ട് ബാങ്കായി മമതാ ബാനർജിക്ക് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ പിന്നീട് വിജയിക്കാൻ വേണ്ടത് 10-15%. 50% കടക്കണമെന്നില്ല ഒരു ത്രികോണ മത്സരമൊക്കെ വന്നാൽ. അതുകൊണ്ട് ഒരു പെർമനൻറ്റ് മുസ്ലിം വോട്ട് ബാങ്ക് പൊളിറ്റിക്സിലേക്ക് മമതാ ബാനർജിയും അതിന് ബദലായി ഹിന്ദു കൺസോളിഡേഷൻ സ്വാഭാവികമായി ഉണ്ടാകും. മഹാഭൂരിപക്ഷം ജില്ലകളും ഹിന്ദു ഭൂരിപക്ഷ ജില്ലകളാണ് പശ്ചിമ ബംഗാളിൽ. BJPക്ക് നിലവിൽ 66 സീറ്റുകളാണുള്ളത് 234 അംഗ നിയമസഭയിൽ. അത് വളരെയധികം വർദ്ധിപ്പിക്കാനോ ഒരുപക്ഷെ 2026 അധികാരം പിടിക്കാനോ BJPക്ക് സാധിക്കണമെങ്കിൽ അവിടെയും കമ്മ്യൂണൽ എലമെൻറ്റ്സ് വളരെ സജീവമാണ്. അപ്പോൾ രണ്ട് ഭാഗത്തും പോളറൈസേഷൻ്റെ പൊളിറ്റിക്സ്, വിഭജനത്തിൻ്റെ ധ്രുവീകരണത്തിൻ്റെ രാഷ്ട്രീയം അവിടെ പയറ്റപ്പെടുമ്പോൾ സാധാരണ ജനങ്ങൾ നിസ്സഹായരായി നിൽക്കുന്നു. അതാണ് ഇവിടുത്തെ ഒരു വളരെ ആശ്ചര്യജനകമായ വസ്തുത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.